തിരക്കേറിയ നഗരമായ മുംബൈയിൽ ശബ്ദങ്ങളുടെയും ദൈനംദിന ജീവിതത്തിൻ്റെ തിരക്കുകളുടെയും ഇടയിൽ വിക്രം എന്ന ഒരു ജ്ഞാനിയായ സദ്ഗുരു ജീവിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ അഗാധമായ ജ്ഞാനത്തിലേക്കും ശാന്തമായ സാന്നിധ്യത്തിലേക്കും ആകർഷിക്കപ്പെട്ട ദൂരദേശങ്ങളിൽ നിന്നുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ ഉപദേശം തേടി അവിടെ എത്തി. ഒരു ദിവസം ദേവ് എന്ന ചെറുപ്പക്കാരൻ തൻ്റെ ജോലിയിൽ നിരാശയും കഷ്ടപ്പാടും അനുഭവിച്ച് മാസ്റ്റർ വിക്രമിനെ സമീപിച്ചു. മാസ്റ്റർ ദേവ് നെടുവീർപ്പിട്ടു. ഒരു ജോലിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാടി മടുത്തു. നിവൃത്തി തേടി, പക്ഷേ അത് കണ്ടെത്താനായില്ല. ഞാൻ എന്തു ചെയ്യണം? ശാന്തമായ പൂന്തോട്ടത്തിൽ തൻ്റെ അരികിലിരിക്കാൻ ദേവിനോട് ആംഗ്യം കാട്ടി വിക്രം മാസ്റ്റർ അറിഞ്ഞുകൊണ്ട് പുഞ്ചിരിച്ചു പറഞ്ഞു. ഓ ദേവ്, അദ്ദേഹം തുടങ്ങി, നിവൃത്തി കണ്ടെത്തുന്നതിനുള്ള താക്കോൽ നിങ്ങളുടെ ജോലി മാറ്റുന്നതിലല്ല, മറിച്ച് നിങ്ങളുടെ ചിന്താഗതിയെ രൂപാന്തരപ്പെടുത്തുന്നതിലാണ്. ജ്ഞാനത്തിൻ്റെയും ഉൾക്കാഴ്ചയുടെയും ഒരു കഥ നെയ്തുകൊണ്ട് മാനസിക പരിവർത്തനം എന്ന ആശയത്തെക്കുറിച്ച് മാസ്റ്റർ വിക്രം വിശദീകരിക്കുമ്പോൾ ദേവ് ശ്രദ്ധയോടെ കേട്ടു. കൃതജ്ഞത ആലിംഗനം ചെയ്യുക. ഓരോ ജോലിയും നൽകുന്ന അവസരങ്ങൾക്കും അനുഭവങ്ങൾക്കും നന്ദി വളർത്തേണ്ടതിൻ്റെ പ്രാധാന്യം മാസ്റ്റർ വിക്രം ഊന്നിപ്പറഞ്ഞു. നിങ്ങളുടെ നിലവിലെ ജോലിയിൽ കുറവുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനു പകരം അത് നൽകുന്ന പാഠങ്ങളെ അഭിനന്ദിക്കാൻ നിങ്ങളുടെ കാഴ്ചപ്പാട് മാറ്റുക, അദ്ദേഹം ഉപദേശിച്ചു. നിങ്ങളുടെ ജോലിയിൽ ലക്ഷ്യം കണ്ടെത്തുക. എത്ര ലൗകികമായി തോന്നിയാലും ഓരോ ജോലിക്കും അർത്ഥത്തിനും ഉദ്ദേശത്തിനും സാധ്യതയുണ്ട്. മാസ്റ്റർ വിക്രം വിശദീകരിച്ചു. തൻ്റെ പ്രവൃത്തി കൂടുതൽ നല്ലതിലേക്ക് എങ്ങനെ സംഭാവന ചെയ്യുന്നുവെന്നും അവൻ്റെ മൂല്യങ്ങളോടും അഭിനിവേശങ്ങളോടും ഒപ്പം യോജിപ്പിക്കുന്നത് എങ്ങനെയെന്ന് ചിന്തിക്കാൻ അദ്ദേഹം ദേവിനെ പ്രോത്സാഹിപ്പിച്ചു. വളർച്ചയും പഠനവും തേടുക. ജീവിതം തുടർച്ചയായ വളർച്ചയുടെയും പഠനത്തിൻ്റെയും ഒരു യാത്രയാണ്, മാസ്റ്റർ വിക്രം ദേവിനെ ഓർമ്മിപ്പിച്ചു. വെല്ലുവിളികളെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളായി സ്വീകരിച്ചുകൊണ്ട് വ്യക്തിപരവും തൊഴിൽപരവുമായ വികസനത്തിനുള്ള അവസരമായി ഓരോ ജോലിയെയും സമീപിക്കാൻ അദ്ദേഹം അവനെ പ്രോത്സാഹിപ്പിച്ചു. സഹിഷ്ണുത വളർത്തിയെടുക്കുക. പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുമ്പോൾ സഹിഷ്ണുത പ്രധാനമാണ്, മാസ്റ്റർ വിക്രം പറഞ്ഞു. പരാജയങ്ങളും പ്രതിബന്ധങ്ങളും നേരിടുമ്പോൾ വിട്ടുവീഴ്ച ചെയ്യാനുള്ള കാരണങ്ങളെക്കാൾ വളർച്ചയ്ക്കുള്ള അവസരങ്ങളായി അവയെ വീക്ഷിച്ചുകൊണ്ട് സഹിഷ്ണുത വളർത്തിയെടുക്കാൻ അദ്ദേഹം ദേവിനോട് അഭ്യർത്ഥിച്ചു. മൈൻഡ്ഫുൾനെസ് പരിശീലിക്കുക. മൈൻഡ്ഫുൾനെസ് എന്നത് ഈ നിമിഷത്തിൽ പൂർണ്ണമായും സന്നിഹിതരാകുന്ന പരിശീലനമാണ്, മാസ്റ്റർ വിക്രം വിശദീകരിച്ചു. ഏറ്റവും ലളിതമായ ജോലികളിൽ പോലും സന്തോഷവും സംതൃപ്തിയും കണ്ടെത്താൻ ദേവിനെ അനുവദിച്ചുകൊണ്ട് തൻ്റെ ജോലിയെ ശ്രദ്ധാകേന്ദ്രം വളർത്തിയെടുക്കാൻ അദ്ദേഹം ദേവിനെ പ്രോത്സാഹിപ്പിച്ചു. പോസിറ്റീവ് ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുക. ജോലിസ്ഥലത്ത് നാം ഉണ്ടാക്കുന്ന ബന്ധങ്ങൾ നമ്മുടെ മൊത്തത്തിലുള്ള സന്തോഷത്തിലും സംതൃപ്തിയിലും അഗാധമായ സ്വാധീനം ചെലുത്തും, മാസ്റ്റർ വിക്രം നിരീക്ഷിച്ചു. സഹപ്രവർത്തകരുമായും മേലുദ്യോഗസ്ഥരുമായും നല്ല ബന്ധങ്ങൾ വളർത്തിയെടുക്കാൻ അദ്ദേഹം ദേവിനെ ഉപദേശിച്ചു. പിന്തുണയുള്ളതും സഹകരണപരവുമായ തൊഴിൽ അന്തരീക്ഷം വളർത്തിയെടുത്തു. മാറ്റത്തെ സ്വീകരിക്കുക. മാറ്റം അനിവാര്യമാണ്, മാസ്റ്റർ വിക്രം സമ്മതിച്ചു. പുതിയ അവസരങ്ങളിലേക്കും വളർച്ചയിലേക്കും നയിക്കാൻ കഴിയുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തുറന്ന മനസ്സോടെയും പൊരുത്തപ്പെടാനുള്ള സന്നദ്ധതയോടെയും മാറ്റങ്ങൾ സ്വീകരിക്കാൻ അദ്ദേഹം ദേവിനെ പ്രോത്സാഹിപ്പിച്ചു. തലക്കെട്ടിലല്ല, സ്വാധീനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങളുടെ ജോലി പദവി പരിഗണിക്കാതെ തന്നെ അർത്ഥവത്തായ സ്വാധീനം ചെലുത്തുന്നതിൽ നിന്നാണ് യഥാർത്ഥ പൂർത്തീകരണം ഉണ്ടാകുന്നത്, മാസ്റ്റർ വിക്രം ദേവിനെ ഓർമ്മിപ്പിച്ചു. തൻ്റെ ജോലിക്ക് അവൻ നൽകുന്ന മൂല്യത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിൽ തനിക്കുണ്ടാക്കാൻ കഴിയുന്ന നല്ല മാറ്റത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അദ്ദേഹം അവനെ പ്രോത്സാഹിപ്പിച്ചു. സ്വയം പ്രതിഫലനം പരിശീലിക്കുക. ആത്മവിചിന്തനം എന്നത് സ്വയം അവബോധത്തിലേക്കും വ്യക്തിഗത വളർച്ചയിലേക്കുമുള്ള കവാടമാണ്, മാസ്റ്റർ വിക്രം ഉപസംഹരിച്ചു. തൻ്റെ അനുഭവങ്ങൾ, ശക്തികൾ, മെച്ചപ്പെടുത്താനുള്ള മേഖലകൾ എന്നിവയെക്കുറിച്ച് പതിവായി ചിന്തിക്കാൻ അദ്ദേഹം ദേവിനോട് അഭ്യർത്ഥിച്ചു. മാസ്റ്റർ വിക്രമിൻ്റെ പഠിപ്പിക്കലുകൾ ദേവ് ഉൾക്കൊള്ളുമ്പോൾ വ്യക്തതയും ലക്ഷ്യബോധവും അവനെ അലട്ടി. പുതിയ നിശ്ചയദാർഢ്യത്തോടെ ഈ തത്വങ്ങൾ തൻ്റെ ജോലിയിൽ പ്രയോഗിക്കുമെന്ന് അദ്ദേഹം പ്രതിജ്ഞ ചെയ്തു.
യഥാർത്ഥ നിവൃത്തി തൻ്റെ ജോലി മാറ്റുന്നതിലല്ല, മറിച്ച് അവൻ്റെ ചിന്താഗതിയെ പരിവർത്തനം ചെയ്യുന്നതിലാണ്. അതിനാൽ മാസ്റ്റർ വിക്രമിൻ്റെ മാർഗനിർദ്ദേശത്തിന് കീഴിൽ ദേവ് സ്വയം കണ്ടെത്തലിൻ്റെയും വളർച്ചയുടെയും ഒരു യാത്ര ആരംഭിച്ചു. ഓരോ അവസരവും കൂടുതൽ സംതൃപ്തവും അർത്ഥവത്തായതുമായ ഒരു കരിയറിലേക്കുള്ള ചവിട്ടുപടിയായി സ്വീകരിച്ചു. If you love to watch this video, you can like, share and subscribe.